മൗലവി ചേകന്നൂരിൻ്റെ വധത്തോടെയാണ് കേരളത്തിൽ മതഭീകരത വ്യാപിക്കാൻ തുടങ്ങിയത്. മതഭീകരത വന്ന വഴിയിലേക്ക് ഒരെത്തിനോട്ടം നടത്തുകയാണ് ചേകന്നൂരിൻ്റെ സഹയാത്രികനായിരുന്ന ഡോക്ടർ അബ്ദുൽ ജലീൽ പുറ്റക്കാട്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നിൽ നിൽക്കുന്ന മുസ്ലിം യുവാക്കളുടെ വിവരക്കേടിനെയും ഗതികേടിനെയും ചൂഷണം ചെയ്താണ് ഭീകര സംഘടനകൾക്ക് അതിൻ്റെ ഉന്നതങ്ങളിലുള്ളവർ രൂപം നൽകുന്നത്. പലയിടത്തും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് ഏതാനും ദിവസം ഒരു ചെലവുമില്ലാതെ ഇവർ ഒന്നിച്ച് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ആ താമസത്തിനിടയിൽ പലർക്കും പരസ്പരം കൂടുതൽ പരിചയപ്പെടാൻ സൗകര്യം ലഭിക്കുന്നു. അവരിൽ നിന്ന് കൂടുതൽ ഊർജ്ജസ്വലതയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് സ്ഥിരമായി ക്ലാസുകളും യാത്രാപ്പടിയും മറ്റു സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നു. ക്രമേണ അവരുടെ മനഃശാസ്ത്രം ഇവർ പഠിക്കുന്നു. അങ്ങനെ എന്തിനും തയ്യാറായ ഒരുത്തനാണ് എന്ന് സംഘടനയ്ക്ക് ബോധ്യമായാൽ അവൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്നു. അവനെ പൂർണ്ണമായും സംഘടന ഏറ്റെടുക്കുന്നു. അങ്ങനെ എന്തിനും റെഡിയായ ഒരു വിഭാഗത്തെയാണ് പ്രത്യേക ക്ലാസുകളും ആയോധന മുറകളും കളരിയും കരാട്ടയും മോട്ടോർ സൈക്കിൾ പ്രകടനവുമൊക്കെ അഭ്യസിപ്പിക്കുന്നത്. CVC അഥവാ ക്രസൻറ്റ് വളണ്ടിയർ കോർ, ഇസ്ലാമിക് ചാരിറ്റി സെൻറ്റർ, സുന്നി ടൈഗർ ഫോഴ്സ്, ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്നീ പേരുകളിൽ കോഴിക്കോട്ടും മലപ്പുറത്തും തൃശ്ശൂരിലും കാസർകോട്ടും ഇടുക്കിയിലും തിരുവനന്തപുരത്തും വയനാട്ടിലുമൊക്കെ കരാട്ടെ ക്ലാസുകളും കളരി കേന്ദ്രങ്ങളും കാന്തപുരവും അബ്ദുൽ നാസർ മഅ്ദനിയുമൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒന്നായിരുന്നു അരൂരിലെ ചുവന്ന കുന്നിലുള്ള കരാട്ടെ കേന്ദ്രം. ചേകന്നൂർ മൗലവിയെ കാണാതായി ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ നാസർ മഅ്ദനി കൊല്ലം ജില്ലയിൽ തൻ്റെ അണികളോട് പ്രസംഗിച്ചതിങ്ങനെയായിരുന്നു: അൽഹംദുലില്ലാഹ്, ആ ശല്യം ഒഴിഞ്ഞു. ഇത് കുറേ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അല്പം വൈകിയാലും ആ ശല്യം തീർന്നല്ലോ. താമസിയാതെ തന്നെ അള്ളാഹു കോയമ്പത്തൂർ സ്ഫോടന കേസിൻ്റെ ആ പ്രധാന സൂത്രധാരനെ കാരിരുമ്പഴികളിൽ കുടുക്കി. വിചാരണ പോലും നടത്താതെ ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തു. മഅ്ദനിയും കാന്തപുരവും കുറേ സിൽബന്ദികളും 1992, 93, 94 കാലഘട്ടങ്ങളിൽ സ്ഥിരമായി എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രിയിൽ രഹസ്യമായി ചാവക്കാട്ടുള്ള ഒരു ബംഗ്ലാവിൽ ഒരുമിച്ചു കൂടാറുണ്ടായിരുന്നു എന്ന് ചേകന്നൂർ വധക്കേസിൽ ഒന്നാം സാക്ഷി KK സാലിം ഹാജി CBI കോടതി മുമ്പാകെ മൊഴി നൽകിയതും ശ്രദ്ധേയമാണ്. ബാംഗ്ലൂർ സ്ഫോടന കേസിലും പ്രതിയായി അബ്ദുൽ നാസർ മഅ്ദനി കർണാടക പോലീസിൻ്റെ തടവിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങിയിരിക്കുകയാണ്. മഅ്ദനിക്കെതിരെ അതിശക്തമായ തെളിവുകൾ തമിഴ്നാട് പോലീസിനും കർണാടക പോലീസിനും CBIക്കും ജനത്തെ കാട്ടാൻ അള്ളാഹു നൽകിയതുകൊണ്ടാണ് മഅ്ദനിയുടെ മോചനം ബാലികേറ മലയായത്. BJP നേതാവായ മുരളി മനോഹർ ജോഷിയെ പട്ടി എന്ന് വിളിക്കുന്ന മഅ്ദനിയുടെ കാസറ്റ് പലരും കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ അന്ന് കന്നുകാലിക്കുട്ടി എന്നായിരുന്നു മഅ്ദനി ആ കാസറ്റിൽ കളിയാക്കിയത്. മറ്റൊരു പ്രസംഗത്തിൽ ചേകന്നൂർ മൗലവിയെ ക്ലീൻ ഷേവ് കുരങ്ങൻ എന്നാണ് മഅ്ദനി കളിയാക്കിയത്. ഖുർആനിലുള്ള തത്വങ്ങൾ പഠിപ്പിക്കാതെ അറേബ്യൻ ഹദീസുകളിലൂടെ കിട്ടിയ വർഗീയവാദവും ഭീകരവാദവും പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്കിടയിൽ കുത്തിവെച്ച് വർഗീയ ലഹളയും നരഹത്യയും നടത്തിയതിനുള്ള ദൈവിക ശിക്ഷയായാണ് അബ്ദുൽ നാസർ മഅ്ദനിയുടെ ലോക്കപ്പ് വാസത്തെ ഖുർആൻ സുന്നത്തുകാർ കണ്ടത്. നാളെ പരലോകത്ത് ഇതിലും മോശമായ ദൈവിക ശിക്ഷ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരെ തല്ലാനും കൊല്ലാനും പ്രേരിപ്പിച്ചതിൽ മാപ്പ് പറഞ്ഞ് മനം നൊന്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. തൗബ ചെയ്ത് മടങ്ങുക. മൗലവി ചേകന്നൂർ വധിക്കപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ വേറെയും വിഡ്ഢികളും ജാഹിലുകളുമുണ്ടിവിടെ. അവരുടെയൊക്കെ വിചാരം അതോടെ ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനം അവസാനിച്ചു എന്നായിരുന്നു. എന്നാൽ മൗലവിയുടെ രക്തത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗ കാസറ്റുകളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പതിനായിരങ്ങൾ ഇപ്പോൾ കേരളക്കരയിൽ പിറന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഓരോ ഖുർആൻ സുന്നത്തുകാരനും ഓരോ ചേകന്നൂരാണ്.
അവരെയെല്ലാം കൊന്നൊടുക്കാതെ നിങ്ങൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന അറേബ്യൻ പാരമ്പര്യ മതവുമായി മുന്നോട്ട് പോകാനാവില്ല, തീർച്ച. ഡോക്ടർ ജലീൽ പറഞ്ഞു നിർത്തി.